ഇതാണ് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം. സീക്വൻസിലെ ടേമും അതിന്റെ ലിമിറ്റും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ലിമിറ്റിനെ കുറിച്ച് നമുക്കൊരു മുൻധാരണ ഉണ്ടാവണം. ഈ എക്സ് എവിടുന്ന് വന്നു? നമ്മളുടെ കയ്യിൽ സീക്വൻസ് ഉള്ളല്ലോ. ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് ലോങ് പ്രോസസ്സിലൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് കൺവേർജൻസ് പറയാന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിബിൾ അല്ല. കാരണം ലിമിറ്റ് കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞൂടെ സീക്വൻസ് കൺവേർജന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ ലിമിറ്റ് വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോങ് പ്രോസസ് ആണ്. അല്ലാതെ ലിമിറ്റിനെ കുറിച്ച് പറയാതെ സീക്വൻസിന്റെ കൺവേർജൻസ് പറയാൻ പറ്റുമോ? അതാണ് കോഷി ക്രൈറ്റീരിയൻ പറയുന്നത്. കോഷി ക്രൈറ്റീരിയൻ പറയുന്നത് സീക്വൻസിലെ ടേമുകളിലേക്ക് നോക്കിയിട്ട് നമുക്ക് കൺവേർജൻസ് പറയാം. സീക്വൻസിന്റെ ടേമിന്റെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് കൺവേർജൻസ് പറയാം. അതായത് രണ്ട് ടേം തമ്മിലുള്ള ദൂരം ഒരു പർട്ടിക്കുലർ ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ് സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, സീക്വൻസിലെ ടേമും ഒരു പർട്ടിക്കുലർ റിയൽ നമ്പറിനും പകരം സീക്വൻസിലെ ടേംസ് തമ്മിൽ തന്നെയുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ that sequence is convergent. അതാണ് കോഷി ക്രൈറ്റീരിയൻ പറയുന്നത്. For epsilon positive there exists a natural number. നമ്മൾ അതിനെ എപ്സിലോൺ വിളിക്കണം. എപ്സിലോണും ഇതും ഒക്കെ നാച്ചുറൽ നമ്പർ ആണെന്നേ ഉള്ളൂ. epsilon comes in such that if m comma n greater than or equal to h epsilon, then mod xm minus xn അല്ലെങ്കിൽ xn minus xm രണ്ടും ഒന്ന് തന്നെയല്ലേ less than epsilon. നമുക്ക് ഇവിടെ എക്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ലിമിറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. സീക്വൻസിലെ രണ്ട് ടേമുകൾ തമ്മിലുള്ള ദൂരം can be made less than. ഈ ഒരു ഇനി ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് കൺവേർജൻസിന് പകരം ഇതാണ് ശരിക്കും കോഷി ക്രൈറ്റീരിയൻ. ഇത് പറഞ്ഞ നമ്മളുടെ ഇപ്പൊ പറഞ്ഞത് പ്രകാരം xn is a Cauchy sequence if മുകളിൽ പറഞ്ഞത് xn is convergent if. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാല് കൺവേർജന്റ് സീക്വൻസ് ആണ്. എല്ലാ കൺവേർജന്റ് സീക്വൻസും കോഷി സീക്വൻസ് ആണ്. അപ്പോഴേ നമ്മളുടെ എയിം പൂർണ്ണമാവുള്ളൂ. കാരണം നമ്മള് സീക്വൻസിന്റെ ടേമും ഒരു വാല്യൂ തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് സീക്വൻസിന്റെ കൺവേർജൻസ് പ്രൂവ് ചെയ്യണതിന് പകരം സീക്വൻസിലെ രണ്ട് ടേം തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ആഫ്റ്റർ എ certain സ്റ്റേജ് സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിലും സീക്വൻസ് കൺവേർജന്റ് ആണ്, സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കൺവേർജന്റ് ആണെന്ന് പറയണമെങ്കിൽ കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാലും കൺവേർജൻസ് എന്ന് പറഞ്ഞാലും ഒരേ കൺസെപ്റ്റ് ആണെന്ന് പറയണം. ആ റിസൾട്ടിനാണ് കോഷി ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പൊ കോഷി ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേർജന്റ് സീക്വൻസ് ഒക്കെ കോഷി സീക്വൻസ് ആണ്, കോഷി സീക്വൻസ് ഒക്കെ കൺവേർജന്റ് ആണ്. അപ്പൊ a sequence is Cauchy sequence if and only if it is convergent, or a sequence is convergent if and only if it is a Cauchy sequence. അതാണ് ശരിക്കും കോഷി ക്രൈറ്റീരിയൻ, കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. കോഷി
convergence criterion. Cauchy convergence criterion. A sequence of real numbers is convergent if and only if it is a Cauchy sequence. Exam almost sure question. Cauchy convergence state and prove. Cauchy convergence criterion എന്ന് പറഞ്ഞാല് എക്സാമിന് ഏകദേശം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് Cauchy convergence criterion? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. എന്താണ്? A sequence of real numbers is convergent if and only if it is a Cauchy sequence. ഒരു സീക്വൻസ് കൺവേർജന്റ് ആവണമെങ്കിൽ അത് Cauchy സീക്വൻസ് ആയാൽ മാത്രം മതി. തിരിച്ച് Cauchy സീക്വൻസ് ആയാൽ ആ സീക്വൻസ് കൺവേർജന്റ്. അപ്പൊ രണ്ടും ഒരേ റിസൾട്ടുകളാണ് എന്നുള്ളത്. ശരിക്കും ഈ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നും തോന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അത് Cauchy സീക്വൻസ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ, സപ്പോസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജന്റ് then it is a Cauchy sequence എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫ് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ രണ്ട് പ്രൂഫും വീണ്ടും എഴുതണം. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എക്സാമിന്. അപ്പൊ പ്രൂഫ് ഡയറക്റ്റ് പ്രൂഫ് ചെയ്യണം, കോൺവേഴ്സ് പ്രൂഫ് ചെയ്യണം. ഡയറക്റ്റ് പ്രൂഫ് വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഒരു വട്ടം ചെയ്തത് കൂടിയാണ്. നോക്കാം എന്താണ് ഡയറക്റ്റ് പ്രൂഫ്. ഡയറക്റ്റ് പ്രൂഫ് എന്താണ്? സപ്പോസ് a sequence of real numbers is convergent, we prove that it is a Cauchy sequence. So suppose a sequence na sequence nammal peru kodukka. Suppose x equal to xn is a convergent sequence. Convergent sequence. Convergent sequence ആണ് ലിമിറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ ലിമിറ്റ് x ആണ് വിചാരിക്കുക. ആൻഡ് ലെറ്റ് ലിമിറ്റ് ഓഫ് x ഈക്വൽ ടു x. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? xn is a Cauchy sequence. Cauchy sequence ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നോക്കാം. Cauchy sequence ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം x equal to xn is a convergent sequence and limit x equal to x. Then what we can say? എന്താണ് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക എപ്സിലോൺ എടുക്കാം. For epsilon greater than 0, there exists a natural number k such that for n greater than or equal to k, mod xn minus x less than epsilon. Right? x ഒരു കൺവേർജന്റ് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക എപ്സിലോൺ എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പർ k നമുക്ക് കാണാൻ പറ്റും. such that for n greater than or equal to k, for all n greater than or equal to k, for all n greater than or equal to k mod xn minus x
less than epsilon. Now what we have to estimate? Cauchy ഇത് കാണണമെങ്കിൽ നമുക്ക് mod xn minus xm ആണ് കാണുന്നത്. We shall make this less than epsilon for m comma n greater than or equal to some h epsilon. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ കയ്യിൽ ഇതാണ്, ഇത് ഉപയോഗിച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ടേം ഉപയോഗിച്ച് ഈ ടേമിന് എങ്ങനെ എഴുതും? ഇതിലെന്താണ് xn മൈനസ് x ആണ്. ആ x ഇതിലും കൊണ്ടുവരാം. xn മൈനസ് x. ഇനി ഒരു പ്ലസ് എക്സ് കൊടുക്കാൻ കഴിയും, കാരണം നമ്മൾ ഈ മൈനസ് എക്സ് വെറുതെ കൊടുത്തോണ്ട്. അപ്പൊ മൈനസ് എക്സ് എം കഴിഞ്ഞിട്ട് ആ പ്ലസ് എക്സ് കൊടുക്കുക. അപ്പൊ ഇതിന് ഇക്വലന്റ് ആയിരിക്കും അത്. നോക്കുക, ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ എന്ന് ആലോചിക്കുക അല്ലെ? മൈനസ് എക്സ് എം ആയിട്ട് പ്ലസ് എക്സ് കൊടുത്ത പോലെ ഉണ്ടാവുക. പ്ലസ് എക്സ് കൊടുത്ത മൈനസ് ബ്രാക്കറ്റിന്റെ പുറത്തെടുത്താല് മൈനസ് ഓഫ് അല്ലെ, ഇത് മൈനസ് എക്സ് minus xm plus x ഉണ്ടാവും. minus xm plus xm cancel ആവും. Right? Now apply triangular inequality. Mod a minus b less than or equal to mod a minus b also less than or equal to mod a plus mod b. അപ്പൊ mod a minus mod b അല്ല, mod a minus b ആണെങ്കിലും ശരിക്ക് mod a minus b എന്ന് പറഞ്ഞാല് mod a plus minus b എന്നാണ് വരിക. ഇപ്പൊ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ mod a plus mod minus b എന്നാണ് വരിക. mod minus b പറഞ്ഞാലും mod b എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. mod minus 2 പറഞ്ഞാലും mod 2 പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ മോഡുലസിന്റെ ഉള്ളിലെ നെഗറ്റീവ് ഒക്കെ വെറുതെ കളയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod a plus mod. So this can be this less than or equal to mod xn minus x plus mod xm minus x. ഇനി എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? Now മുകളിലുണ്ടല്ലോ mod xn minus x less than epsilon, അതിവിടെ എഴുതാൻ പറ്റുമോ നമുക്ക് ഒറ്റയടിക്ക്? എപ്പോഴാണ് mod xn minus x less than epsilon ആവുക? n greater than or equal to k ആവണം. അപ്പൊ mod xm minus x എപ്പോഴാണ് less than epsilon ആവുക? m greater than or equal to k ആവണം. Right? എപ്പോഴും mod xn minus x less than epsilon അല്ല, n greater than or equal to k ആവുമ്പോഴാണ് mod xn minus x less than epsilon ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് mod xn minus x ഉം mod xm minus x ഉം കൂടിയിട്ട് ഒറ്റ എപ്സിലോൺ കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഐഡിയ ഇത് രണ്ടും ലെസ് ദാൻ എപ്സിലോൺ ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത എപ്സിലോൺ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ ബൈ 2 ആണ്. Now for m greater than or equal to k, n greater than or equal to k, for m comma n greater than or equal to k, എന്തിനാണ് m n greater than or equal to k എടുത്തത്? ഈ റിസൾട്ട് ഉപയോഗിക്കുക. ഈ റിസൾട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇത് എപ്സിലോൺ ആക്കി മാറ്റണം നമുക്ക്, കാരണം കോഷി സീക്വൻസ് ആണെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ആക്കണമെങ്കിൽ കണ്ടോ അല്ലേ? ഇത് ലെസ് ദാൻ എപ്സിലോൺ, ഇത് രണ്ടും കൂടെ എപ്സിലോൺ ആക്കണമെങ്കിൽ ഓരോന്നിനെയും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ബൈ 2 ആക്കിയത്. രണ്ടാമത്തത് ഈ റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് n greater than or equal to k ആവണം. അപ്പൊ m n greater than or equal to k ആണെങ്കിൽ this is less than epsilon by 2 and this is less than epsilon by 2. So total is epsilon. So mod xn minus x
less than epsilon. Mod xn minus xm less than epsilon. Therefore, x equal to xn is a Cauchy sequence. It's a Cauchy sequence, right? മനസ്സിലായി പ്രൂഫ്? ഈ പ്രൂഫ് ഞാൻ ഒരു വട്ടം വീഡിയോ ചെയ്തതാണ്, നിങ്ങളെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോ നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് ചെയ്തു. ഇനി കോൺവേഴ്സ് പ്രൂഫ് ആണ് ഇതിൽ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടത്. കോൺവേഴ്സ്ലി സപ്പോസ് x equal to xn is a Cauchy sequence. അതാണ് ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവുള്ളൂ, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവില്ല, സോറി, ലാസ്റ്റ് വീഡിയോയിൽ ഇടാം. ഓക്കെ, റൈറ്റ്. അപ്പൊ സപ്പോസ് x equal to xn is a Cauchy sequence, we shall prove x is convergent. കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാൻഡിഡേറ്റിനെ കിട്ടണം. ഏത്? എക്സിനെ കിട്ടണം. കാരണം എക്സിലേക്ക് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കൺവേർജൻസിന്റെ ഇതുള്ളൂ. ഈ പ്രൂഫ് കഴിഞ്ഞാലേ നമുക്ക് Cauchy സീക്വൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ x equal to xn ഒരു Cauchy സീക്വൻസ് ആണെങ്കിൽ നമുക്ക് കൺവേർജൻസിനെ കുറിച്ച് പറയാൻ പറ്റണം. കൺവേർജൻസിനെ കുറിച്ച് പറയാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കണം. ഫസ്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ആദ്യം നമ്മുടെ ടാസ്ക്. അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്താണ്? എക്സിനെ കണ്ടുപിടിക്കുക. അതായത് ഈ എക്സ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്ക് മുൻകൂട്ടി പറയണം. അതിന് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വഴി ആലോചിക്കുക. അതും തൊട്ടുമ്പത്തെ വീഡിയോയില് കണക്റ്റഡ് ആണ്. ഈ നമുക്ക് എന്തുള്ളറിയാം? എക്സ് ഇസ് എ Cauchy സീക്വൻസ്. നമ്മൾ കൺവേർജന്റ് സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്ത പോലെ Cauchy സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ തൊട്ടുമ്പത്തെ വീഡിയോയിലുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ എന്താണ് റിസൾട്ട്? Cauchy sequence is bounded. Therefore, x is bounded. So suppose x equal to xn is a Cauchy sequence. മുകളിലത്തെ റിസൾട്ടിന്റെ ബലത്തിലാണ് പറയണേ. Then x is bounded. ബൗണ്ടഡ് എങ്ങനെ പ്രൂവ് ചെയ്യണം? തൊട്ടുമ്പത്തെ വീഡിയോ നിങ്ങൾ കൺവേർജൻസിൽ ബൗണ്ടഡ് പ്രൂവ് ചെയ്യില്ല, അതേ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. Then x is bounded. So x is bounded. ഇനി നമ്മള് വേറെ റിസൾട്ട് കൊണ്ടുവരാൻ പോവാണ്. That result is Bolzano-Weierstrass theorem. എന്താണ് ഓർമ്മ ഉണ്ടോ? Bolzano-Weierstrass theorem ഓർമ്മ ഉണ്ടോ? Bolzano-Weierstrass theorem എനിക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. Bolzano-Weierstrass theorem വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് ആണ്. Every bounded sequence has a convergent subsequence. Every bounded sequence has a convergent subsequence.
ഏത് ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസിന് ഒരു കൺവേർജന്റ് ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് അപ്പൊ ബൈ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം x is a Cauchy sequence. അടുത്ത റിസൾട്ടിൽ വഴി x is bounded. Again ഒരു റിസൾട്ട് വെച്ചിട്ട് by Bolzano-Weierstrass theorem x has a convergent subsequence. We call it as x dash. X dash equal to xnk. Subsequence നമ്മൾ ഇങ്ങനെ സഫിക്സ് കൊടുക്കാം xnk. It has a convergent subsequence. Convergent എന്ന് പറഞ്ഞാൽ അവിടെ ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. കൺവേർജന്റ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. Let limit x dash equal to some x star. X കൊടുക്കാൻ നമുക്കൊരു ധൈര്യമല്ല, കാരണം അതിന്റെ ഒരു സബ്സീക്വൻസ് മാത്രല്ലേ. അപ്പൊ അതിന്റെ ലിമിറ്റ് നമ്മൾ x എന്ന് വിളിക്കില്ല, എന്ത് വിളിക്കുന്നു? x dash എന്നോ x star എന്നോ വിളിക്കും. പക്ഷെ നമ്മൾ പറയാൻ പോണത് ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സബ്സീക്വൻസ് അങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാൻ നമുക്കറിയാലോ. We prove that this Cauchy sequence x converges to this limit. We prove that the sequence x converges to the limit x star. നമ്മുടെ കയ്യിൽ രണ്ട് റിസൾട്ടുകളാണുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് റിസൾട്ടുകളാണല്ലേ. ഒന്ന് x is a Cauchy sequence. അതിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കാം നമുക്ക്. രണ്ടാമത്തത് എക്സിന്റെ ഒരു സബ്സീക്വൻസ് ഉണ്ട്. ആ സബ്സീക്വൻസ് x ഡാഷ് x സ്റ്റാർ എന്നുള്ള ഒരു വാല്യൂലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഡെഫിനിഷനും ചേർത്ത് വെച്ചാല് നമ്മള് x സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്ന പ്രൂവ് ചെയ്യും. എങ്ങനെ പ്രൂഫ് നോക്കുക? എങ്ങനെ പ്രൂഫ്? Since x is a Cauchy sequence, for epsilon greater than 0, there exists h epsilon belongs to n such that if m comma n greater than or equal h epsilon mod xn minus xm നും xm minus xn ഒക്കെ രണ്ടും ഒന്ന് തന്നെയാണല്ലോ, less than epsilon. Okay, x is a Cauchy sequence ലെ ഡെഫിനിഷൻ ജസ്റ്റ് എഴുതിയുള്ളൂ. എന്നാണ് ആദ്യം എഴുതിയത്? Okay, the definition, this is our first equation. To get second equation, since x dash എന്താണ് ജുവാ? ഇനി x dash converges to x star ആയതുകൊണ്ട് മുകളിലത്തെ അതേ എപ്സിലോണിന് തന്നെ there exists some k belongs to n such that
mod xnk minus x star less than epsilon. നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാല് ഈ k എന്ന് പറഞ്ഞ ഒരു ടേം കഴിഞ്ഞ പിന്നെ ഫോർ ഓൾ nk greater than or equal to k, for all nk greater than or equal to, ഇവിടെ സീക്വൻസിന്റെ സഫിക്സ് എന്ന ടേം സ്കിപ്പ് ചെയ്തായിരിക്കും ഉണ്ടാവും. ഫസ്റ്റ് ടേം നമ്മുടെ സീക്വൻസിൽ നിന്ന് സബ് സീക്വൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, ഒന്നാമത്തെ ടേം എടുക്കും, ചിലപ്പോൾ രണ്ടാമത്തെ എടുക്കൂല, മൂന്നാമത്തെ എടുക്കും, നാലാമത്തെ എടുക്കൂല, അഞ്ചാമത്തെ എടുക്കും, അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മള് ഈ കെ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 10ാമത്തെ ടേം മുതൽ ശരിയാവുമെങ്കിൽ 10ാമത്തെ ടേം ആയിട്ട് ഏത് ടേം നമുക്ക് എടുക്കാലോ. 10ാമത്തെ ടേം കഴിഞ്ഞാൽ സീക്വൻസിലെ ടേം ലിമിറ്റ് തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആവുമെങ്കിൽ 11ാമത്തെ ടേം മുതൽ ശരിയാവും, 100ാമത്തെ ടേം മുതൽ ശരിയാവും. അപ്പൊ ഈ 10 എന്ന് പറഞ്ഞ കെ എന്ന് പറയുന്ന നമ്പർ നമുക്ക് കെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പറിന്റെ റൈറ്റിക്ക് എത്ര വേണമെങ്കിലും പോവാം. അപ്പൊ നമ്മൾ നോക്കുക, ചൂസ് കെ സച്ച് ദാറ്റ്, this is very important, choose k such that k greater than or equal to h epsilon. ഓൾറെഡി ഇവിടെ ഒരു h epsilon ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ഈ കണ്ടീഷൻ ശരിയാവണമെങ്കിൽ m n ഗ്രേറ്റർ ദാൻ or equal to h epsilon ആവണം. ആ h epsilon നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ h epsilonനെക്കാളും വലുതായിട്ട് k ചൂസ് ചെയ്യാം. അതിനൊരു പ്രശ്നമല്ല, കാരണം ചിലപ്പോൾ ഓൾറെഡി k h epsilonനെക്കാളും വലുതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ k ഒന്നും ചെയ്യേണ്ട, അതിനെ എടുക്കാം. ഇനി k h epsilonനെക്കാളും കുറവാണെങ്കിൽ k റൈറ്റിലേക്ക് എത്ര ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. 10ാമത്തെ ടേം മുതലാണ് ശരിയാവുന്നെങ്കിൽ 15ാമത്തെ ടേം k 15 എടുക്കാം, k 20 എടുക്കാം, k 30 എടുക്കാം, k 100 എടുക്കാം, 1000 എടുക്കാം. അപ്പോ ചൂസ് k such that k greater than or equal to h epsilon. First one. Second one, ഈ സഫിക്സിൽ പെടണൽ, ഈ സഫിക്സിൽ ഒരാളാവണം k. നമുക്ക് ഈ സബ് സീക്വൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ സബ് സീക്വൻസിൽ ചിലപ്പോ സീക്വൻസിന്റെ ടേം മുഴുവനില്ലല്ലോ, സ്കിപ്പ് ചെയ്ത ടേമുകളാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോ k ഈ സഫിക്സിൽ വരും വേണം. k belongs to n1 n2 n3 etc. ഈ ടേമിലുള്ള ഒരാളുകൂടി ആവണം. കാരണം സബ് സീക്വൻസിലുള്ള ടേമും ആവണം, സബ് സീക്വൻസിലെ സഫിക്സും ആവണം, കോഷി ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, കോഷി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന h epsilonനെക്കാളും വലുതും ആവണം. then mod x, നമുക്ക് nk ന്റെ വാല്യൂ ഏത് മുതലാണ് ശരിയാവണേ, k മുതലാണല്ലോ ശരിയാവുന്നത്. അപ്പൊ nk ക്ക് നമ്മൾ k എന്നുള്ള വാല്യൂ പുട്ട് ചെയ്യാം. xk minus x star less than, right? Now ഈ h epsilonനെക്കാളും വലിയ ഏത് നമ്പറിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയാവും. h epsilonനെക്കാളും വലുതായിട്ടാണ് നമ്മൾ ഏത് ചൂസ് ചെയ്തിട്ടുള്ളത്, k ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഇക്വേഷനിലെ പുട്ട് ഇക്വേഷൻ നമ്പർ 2 put, that is very important, m equal to k in equation number 1. എന്തുകൊണ്ടാ പുട്ട് ചെയ്യാൻ പറ്റണേ, ഇവിടെ m എന്താണെന്നുള്ളൂ, h epsilonനെക്കാളും വലുതാണ്. h epsilonനെക്കാളും വലുതായിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തില്ലേ, k ചൂസ് ചെയ്തില്ലേ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനില് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ മോഡ് xn മൈനസ് xm ആണ്. m ന് പകരം k ഫിക്സ് ചെയ്യാം, less than epsilon. This is true for all n greater than or equal to k. കാരണം m നെ കുറിച്ച് പറയണ്ടല്ലേ, m നമ്മൾ വാല്യൂ പുട്ട് ചെയ്തു. Now combine these two equations. Now for n greater than or equal to k, what is mod xn minus x star? What is mod xn minus x star? Can be written as xn minus xk plus xk minus x star. Right, xk middle കൊടുത്തു, this less than or equal to mod xn minus xk plus xk minus
x star. ഇത് രണ്ടും കൂടെ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ആയാൽ മതി. അപ്പൊ നമ്മൾ x ഇത് ബൈ 2 ആക്കുക. അപ്പോ എല്ലാ റിസൾട്ടും ബൈ 2 ആക്കുക. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ബൈ 2 ഒക്കെ ചൂസ് ചെയ്യണേൽ പ്രശ്നമില്ല. So this is the proof. Answer ആയി. കാരണം less than epsilon by 2 plus epsilon by 2 equal to epsilon. So mod xn minus x star less than epsilon for all n greater than or equal to k. K ഇവിടെ നമുക്ക് കിട്ടിയേ k നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്തൊരു നാക്കിൽ ചൂസ് ചെയ്ത ആ നമ്പർ മുതൽ xn minus x star less than epsilon ആണ്. Therefore limit xn equal to x star or limit of capital X equal to x star. Therefore x is convergent. So Cauchy sequence is convergent and convergent sequence is Cauchy. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തോളാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ എങ്ങനെയും ചോദിക്കുക. റൈറ്റ്. Let y equal to yn be the sequence of real numbers given by y1 equal to 1 by 1 factorial, comma y2 equal to 1 minus 1 by 1 factorial minus minus 1 by 2 factorial, y3 equal to 1 by 1 factorial minus 1 by 2 factorial plus 1 by 3 factorial, etc. Yn equal to 1 by 1 factorial minus 1 by 2 factorial, etc. plus minus 1 raised to n plus 1 divided by n factorial. Comma etc. Show that y is a Cauchy sequence. അതാണ് ക്വസ്റ്റ്യൻ. ഈ സീക്വൻസ് Cauchy സീക്വൻസ് ആണെന്ന് കാണാനേ ഉള്ളൂ. Now what is ym? What is ym minus yn for m greater than n? m n നമുക്ക് ഇങ്ങനെ എടുക്കാം. m വലുതാണ്, n ചെറുതാണ്. Now what is ym minus yn? 1 by 1 factorial minus 1 by 2 factorial plus 1 by 3 factorial, etc. plus minus 1 raised to m plus 1 by m plus 1 factorial, sorry, m factorial
factorial minus of 1 by 1 factorial minus 1 by 2 factorial plus etc. plus minus 1 raised to n plus 1 by n factorial. What is that? അപ്പോൾ ഫസ്റ്റ് എം ടേംസ് അതിനേക്കാളും കുറവുള്ള n ടേംസ് ആണ് കുറക്കുന്നത്. അപ്പോൾ this equal to minus 1 raised to m plus 2 divided by m plus 1 factorial, sorry, minus 1 raised to n plus 2 divided by n plus 1 factorial plus minus 1 raised to n plus 3 divided by n plus 2 factorial plus etc. plus minus 1 raised to n plus 1 divided by n factorial. That is mod ym minus yn less than or equal to ഇതിനൊക്കെ ഇതിന് മോഡുലസ് എടുക്കുക. അപ്പോൾ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി പ്രകാരം 1 by n plus 1 factorial plus 1 by n plus factorial plus etc. plus 1 by n factorial. Now there is a result. What is the relation between n factorial and 2 raised to n minus 1? N factorial n greater for n greater than 2. For n greater than 2, 2 raised to n minus 1 n factorial തമ്മിലുള്ള ദൂരം അല്ല n equal to 1 ആകുമ്പോൾ രണ്ട് ഈക്വൽ ആണ്. n equal to 2 ആകുമ്പോൾ രണ്ട് ഈക്വൽ ആണ്. n equal to 3 ആകുമ്പോൾ 3 factorial and 3 factorial 6 and is 4. So greater than or equal to. For n greater than or equal to 1 equal to for n belongs to. Now 1 by n factorial less than or equal to 1 by 2 raised to n minus 1. So this inequality becomes less than or equal to 1 by n plus 1 factorial less than or equal to 1 by 2 raised to n plus 1 by 2 raised to n plus 1 plus etc. plus 1 by 2 raised to n minus 1. Now ഇതിലെ ഏറ്റവും ചെറിയ ടേം 1 by 2 raised to n ആണ്. 2 raised to n ഏറ്റവും ചെറിയ ടേം is equal to 1 by 2 raised to n into 1 plus 1 by 2 plus etc. plus 1 by 2 raised to m minus n plus n minus 1. Less than or equal to less than 1 by 2 raised to n into 1 plus 1 by 2 plus etc. plus up to infinity. Now what is the sum of this series? It's a geometric series. It's a sum first term divided by 1 minus common ratio is equal to 1 by 2 raised to n into a by 1 minus r is equal to 1 by 2 multiplied by 2 is equal to 1 by 2 raised to n minus 1. Now what we have got is that mod ym minus yn less than 1 by 2 raised to n minus 1, and we can find n such that 1 by 2 raised to n minus 1 less than epsilon. Or നമുക്ക് കിട്ടേണ്ട എന്താണ് 1 by 2 raised to n minus 1 less than epsilon. രണ്ടാമത്തെ നാച്ചുറൽ ലോഗരിതത്തിൽ ln1 minus ln minus ln2 raised to n minus 1 less than ln epsilon.
is minus of n minus 1 ln2 less than ln epsilon. It is minus multiply the n minus 1 ln2 greater than minus ln epsilon is n minus 1 greater than minus ln epsilon divided by ln2. ln2 is positive. അപ്പോൾ divide ചെയ്താലും അല്ലേ, that is n greater than minus ln epsilon divided by ln2 plus 1. So അങ്ങനെ ഒരു n ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. Such an n exists because minus ln epsilon divided by ln2 plus 1. Because for every x belongs to R, this belongs to R, and for this real number, there exists a natural number to the right of that. By Archimedean property, we can find n greater than this. For if n greater than this, 1 by 2 raised this can be made less than epsilon. Less than epsilon आपको yes. So this can നമ്മൾ എങ്ങനെ എഴുതിയാൽ 1 by 2 raised to n minus 1, so it is becomes less than a so yn is a Cauchy sequence. ഈ ലിമിറ്റ് കാണാൻ എന്ത് ചെയ്യും? n tends to infinity, then yn is a Cauchy sequence, yn is convergent. Let limit yn equal to y, then limit ym equal to y. അപ്പോൾ let m നമ്മളുടെ കയ്യിലുള്ള ഇനീക്വൽ ഇതാണ് മോഡ് ym minus yn less than 1 by 2 raised to m n minus 1 ആണ്. let m tends to infinity. അപ്പോൾ എന്തായി മാറും? മോഡ് y minus yn less than 1 by 2 raised to n minus. അപ്പോൾ മോഡ് y മൈനസ് y കിട്ടാന് നമുക്ക് സീക്വൻസിലെ ഒരു ഉദാഹരണം നോക്കാം. n ഈക്വൽ ടു ഒരു 8 n ഈക്വൽ ടു 8 മോഡ് y മൈനസ് y 8 ലെസ് ദാൻ 1 by 2 raised to 7. 1 by 2 raised to 7 എത്രയാണ്? 2 raised to 7 എന്ന് പറഞ്ഞാൽ 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 square എന്ന് പറഞ്ഞാൽ 4, 2 raised to 4 എന്ന് പറഞ്ഞാൽ 16, 2 raised y minus y 8 less than 1 by 128, right? Minus 1 by 128 less than y minus y8 less than 1 by 128. What is 1 by 128? y8. y8 equal to 1 minus 1 by 2 factorial plus 1 by 3 factorial minus 1 by 4 factorial plus 1 by 5 factorial minus 1 by 6 plus 1 by 7 factorial minus 1 by 8 factorial. Minus 1 by 2 plus 1 by 6 minus 4 plus
1/120 മതി അല്ലേ? ടേം കൂടുതലാകുമ്പോൾ ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിന് നമുക്ക് ഏകദേശം നല്ലൊരു അപ്രോക്സിമേഷൻ കിട്ടും. y5 120 LCക്കും 120 minus 10 power 60, 600 divided by 20, 2400 divided by 5, 120 divided by plus 1, that is 120, 140, 140, 120 minus 60, 60, 60 plus 20, 80, 80 minus 5, 75, 76 divided by 120, 76 divided by 120, that is 38, yeah, 38 by 60, right? That is 19 divided by 30. That is minus minus 1/16 plus 19 divided by 30 less than y less than 1/16 plus 30. So y ന്റെ വാല്യൂ ഏകദേശം കിട്ടും. അതായത് 16ന് 30ന്റെ LCM എന്ന് പറഞ്ഞാല് 16 160 2 പോവും 15 16 15 വരിക 10 16 160 എമ്പം 240 വരും. പിന്നെ 240 16 15 മൈനസ് 15 പ്ലസ് 80 830 10 10 എന്ന് പറഞ്ഞാൽ 190 190 യെസ് ഇതേപോലെ ഇതേപോലെ 240 ഇവിടെ 15 പ്ലസ് 170 174 മൈനസ് 15 പറഞ്ഞാൽ എത്രയായിരിക്കും? 174 5 പോയാൽ 169 159 ഓക്കെ, ഇങ്ങനെ y നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. y lies between these two values. So y is exactly y is 1 minus 1/. ഈ വാല്യൂന്റെ ഏകദേശം അടുത്ത് ഈ വാല്യൂ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ഏകദേശം ചെയ്യണ എങ്ങനെയാണ് പറഞ്ഞു തന്നുള്ളൂ.